തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയ പിഴവിൽ നടപടി ആവശ്യപ്പെട്ട പരാതിക്കാരിയും കുടുംബവും ഇന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ സമരം ഇരിക്കും. ശസ്ത്രക്രിയയുടെ തിരുവനന്തപുരം സ്വദേശിനിയായ സുമയ്യയുടെ നെഞ്ചിൽ 50 സെന്റിമീറ്റർ നീളമുള്ള ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് സമരം. കുടുംബം പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുമയ്യയുടെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. AK സ്റ്റെഫിൻ ചേരുന്നു വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ സുമയ്യയും കുടുംബവും DMO ഓഫീസിന് മുന്നിൽ സമരം ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ സ്വാഭാവികമായും ശരീരത്തിനുള്ളിൽ ഇത്തരത്തിൽ പുറത്തു നിന്നൊരു വസ്തു കയറി കൂടിയാൽ അത് അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോവേണ്ടതല്ല. പക്ഷെ ആ സാഹചര്യത്തിലും ഇത് ബന്ധപ്പെട്ടവർ പറഞ്ഞത് അങ്ങനെ ഒരു വസ്തു ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ്. ടെലിഫോൺ സംഭാഷണം നമുക്ക് ഇന്നലെ കിട്ടിയിരുന്നു. അതിൽ സമ്മതിക്കുന്നുണ്ട് പിഴവ് പറ്റിയെന്ന്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആരോഗ്യ വകുപ്പ് ഇനിയും ഒരു നടപടിയുമായി മുന്നോട്ട് പോകാത്തത്? ആരോഗ്യവകുപ്പ് ഏതായാലും സുമയ്യയുടെ ആരോപണങ്ങളെ തള്ളുകയാണ്. ഒപ്പം തന്നെ ഇത് യാതൊരു പ്രശ്നവുമില്ല എന്നൊരു വിചിത്രവാദമാണ് ഇന്നലെ ഇറക്കിയ ഉത്തരവിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാനാണ് ആ കുടുംബത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി ഏതായാലും നിയമവഴിക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഈ വിശദമായി ഇനി പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. ഈ പരാതിക്കാരിയുടെ മൊഴിയെടുക്കും, ഒപ്പം ഡോക്ടറുടെ മൊഴിയെടുക്കും. ഈ ഓഡിയോ സന്ദേശം ഇന്നലെ നമ്മൾ നൽകിയ ഓഡിയോ സന്ദേശം അടക്കമുള്ള തെളിവുകൾ സുമയ്യയുടെ പക്കലുണ്ട്. അതെല്ലാം തന്നെ ഈ കേസിന് ഗുണകരമാകും, അല്ലെങ്കിൽ തന്റെ വാദങ്ങൾക്ക് അനുകൂലമാകും എന്നൊരു നിലപാടാണ് കുടുംബത്തിനുള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ പോലീസിന് നൽകിക്കൊണ്ട് ഈ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇനി ഏതായാലും സുമയ്യ നീക്കമിടുന്നത്. അതോടൊപ്പം തന്നെ നീതി നിഷേധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് തടയുകയാണ് എന്നുള്ളതാണ് ആരോപണം. അതുകൊണ്ട് തന്നെ ആ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലാണ് സുമയ്യയും കുടുംബവും ഉള്ളത്.